ഇത് തീർച്ചയായും അല്പസമയം മുമ്പാണ് കുട്ടിയെ ഈ ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരും കുട്ടിയുടെ മാതാപിതാക്കളെ ഉൾപ്പെടെ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവരുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാമെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ജീപ്പിൽ ഇപ്പോൾ കുട്ടിയുടെ ബന്ധുക്കളെയും അമ്മയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടി ഇപ്പോൾ മെഡിക്കൽ വിദഗ്ധ പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനറൽ ഹോസ്പിറ്റലിന് അകത്ത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഈ പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് അമ്മയെ അതുപോലെ തന്നെ ബന്ധുക്കളെയും ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ആശ്വാസം നൽകുന്ന വാർത്ത. അമ്മയുടെ സാന്നിധ്യം ഉൾപ്പെടെ കുട്ടിയുടെ മനോനിലയിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കുന്നു. കാരണം മണിക്കൂറുകളോളം ആരുടെയോ കസ്റ്റഡിയിലായിരുന്നു കുട്ടി, അല്ലെങ്കിൽ എവിടെയോ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കുട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ആ അമ്മയുടെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമ്മർദ്ദത്തെ ഒക്കെ അതിജീവിക്കാൻ ആണ് അമ്മയെ എത്രയും പെട്ടെന്ന് കുട്ടിയെ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ ഇവിടത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഡോക്ടർമാർ വിദഗ്ധ ചികിത്സയും ഒപ്പം തന്നെ പ്രാഥമികമായി കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയെയും ബന്ധുക്കളെയും കൂടി ഇപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നു. എന്തായാലും ഇവിടെ ഈ വിവരം അറിഞ്ഞ് കൂടുതൽ ആളുകൾ, മാധ്യമപ്രവർത്തകർ, ഒപ്പം തന്നെ വലിയ പോലീസ് സംഘം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ടുനിന്ന ഒരു ആശങ്കകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ ആ വലിയ തരത്തിലുള്ള ഒരു സന്തോഷം നൽകുന്ന വാർത്ത അല്പസമയം മുമ്പ് എത്തിയത്. ഓടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബ്രഹ്മോസ് പരിസരത്തായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത്. എന്തായാലും മറ്റ് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കുട്ടിയുടെ ആരോഗ്യനിലയിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സൂചന നൽകുകയും ചെയ്യുന്നത്. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അപ്പോൾ തന്നെ ഈ ജനറൽ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാവിലെ ഉൾപ്പെടെ മന്ത്രിമാരും MLA മാരും പ്രതിനിധികളെല്ലാം ഈ കുട്ടിയെ കണ്ടെത്താൻ പോലീസ് നടത്തുന്ന തെരച്ചിലിന് ഒപ്പം നിൽക്കുകയായിരുന്നു. അവരോട് കൂടുതൽ വിവരങ്ങൾ ഒക്കെ ആരാഞ്ഞുകൊണ്ട് മന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മന്ത്രി ഈ കുട്ടിയെ കിട്ടിയ വിവരം അറിഞ്ഞാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുന്നത്. അകത്ത് വൈദ്യപരിശോധന നടക്കുകയും ഒപ്പം തന്നെ അമ്മയെ ഉൾപ്പെടെ എത്തിക്കുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മന്ത്രിയോട് ഇപ്പോൾ കാര്യങ്ങൾ പുറത്ത് വിവരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ കുട്ടിയുടെ പ്രാഥമികമായ വൈദ്യപരിശോധന പൂർത്തിയാക്കി മറ്റ് കൂടുതൽ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. എന്തായാലും വളരെ ആശ്വാസം നൽകുന്ന, കുട്ടിയുടെ ആരോഗ്യനിലയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ കുട്ടിയെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് അന്വേഷണ വിവരങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ പോലീസ് പിന്നീട് അറിയിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സാഹചര്യത്തിൽ കുട്ടിയുടെ ആരോഗ്യ നില പൂർണ്ണമായും വീണ്ടെടുക്കുക എന്ന ഒരു ദൗത്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അത്തരത്തിൽ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അമ്മയെ കുട്ടിയുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുഖഭാവത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന, അവരുടെ ആശ്വാസം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ജനറൽ ഹോസ്പിറ്റൽ പരിസരത്ത് ഉള്ളവരിൽ 2 വയസ്സുള്ള കുട്ടിയാണ്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്ക പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കാരണം മണിക്കൂറുകൾ കഴിയുകയായിരുന്നു ഓരോ സമയത്തും. അതുകൊണ്ട് തന്നെ ഈ സമയം അധികം വൈകുന്നതോടുകൂടി, രാത്രിയാകുന്നതോടുകൂടി പിന്നീട് കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാതാകുമോ എന്ന ആശങ്ക ഉൾപ്പെടെ പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കയ്ക്ക് എല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് അവസാന ഘട്ടം ഈ ബ്രഹ്മോസ് പരിസരത്തും ഒപ്പം തന്നെ കുട്ടിയെ കാണാതായ ഓൾ സയൻസ് കോളേജ് പരിസരത്തും ഒക്കെ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഉൾപ്പെടെ പോലീസ് നടത്തിയിരുന്നു. ഇതിനിടെയാണ് ഈ ബ്രഹ്മോസ് പരിസരത്തെ ഓടയിൽ നിന്നും കുട്ടിയെ ഒരു വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ കണ്ടെത്താൻ കഴിയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ ഈ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ മന്ത്രിയോട് പോലീസ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിയും മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം പോലീസ് നടത്തുന്ന തിരച്ചിലും പരിശോധനയിലും ഒക്കെ പൂർണ്ണമായും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ കിട്ടിയ വിവരം അറിഞ്ഞ ഉടൻ തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഈ ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ വൈദ്യപരിശോധന തുറന്നുകൊണ്ടിരിക്കുന്നു. മന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിന്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്.